السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. സുന്നി വചന സംഘം SYS ഈസ്റ്റ് ജില്ല സംഘടിപ്പിച്ച മഹത്തായ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും വിജയകരമായ നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഏവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മർസൂഖ് സയദി ഉസ്താദ് നമ്മുടെ പരിപാടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങളിലായി ഉസ്താദിൻ്റെ പ്രൗഢമായ ക്ലാസ് ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പരിശുദ്ധമായ ആശയവും ആദർശവും ജീവിതത്തിൻ്റെ ഉടനീളം പ്രാവർത്തികമായി കൊണ്ടുപോകുന്നതിനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി നിരന്തരം ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്യാമ്പ് മറ്റുള്ള എല്ലാ ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ പരിപാടിയുടെ പേര് തന്നെ ഒരു ജ്വാല എന്നതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോരുത്തരും ഇവിടെ നിന്ന് പഠനാർഹമായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എപ്പോഴും അവരുടെ മനസ്സിന്റെ അന്തരാളത്തിൽ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കണം. അവരുടെ വാക്കുകളിലും കരങ്ങളിലും കാലുകളിലും ജീവിതത്തിന്റെ ഉടനീളം ജ്വലിച്ചുകൊണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിലേക്ക് പണ്ഡിത മഹത്തുക്കൾ ഷെയർ ചെയ്തിട്ടുള്ളത്. കുടുംബം എന്ന വിഷയം മുതൽ മർസൂഖ് സയദി ഉസ്താദ് അവതരിപ്പിക്കുന്ന സമസ്ത എന്ന് പറയുന്ന വിഷയം വരെ അത് നമ്മുടെ മരണം വരെ ജ്വലിച്ചുകൊണ്ടിരിക്കേണ്ട സന്ദേശങ്ങളാണ്. മാത്രമല്ല, വളർന്നു വരുന്ന തലമുറകൾക്ക് സത്യത്തിന്റെ വഴികൾ തുറന്നു വെക്കേണ്ട ഏറ്റവും വലിയ ഒരു ജവാബ്ദാരിയുള്ള സമയത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെയല്ല, ഇങ്ങനെ പണിയില്ലാത്തതിന്റെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിലല്ല. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ജനസമൂഹത്തിന് എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. വെറുതെയല്ല, മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർ കാലത്തിന്റെ ഓരോ സമയങ്ങളിൽ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് വെറുതെ കൂടിയതുകൊണ്ടല്ല, കേവലം ഭാര്യയും മക്കളും കുടുംബങ്ങളായി ജീവിച്ചതിന്റെ പേരിലല്ല. അവരെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം കൊണ്ടാണ് പണ്ഡിത മഹത്തുക്കളെയും ഉമറാ നേതാക്കളെയും ഈ സമൂഹം സ്മരിക്കുന്നത്. മഹാനായ താജുൽ ഉലമയും മഹാനായ ശംസുൽ ഉലമയും മഹാനായ കന്യത്ത് ഉസ്താദും അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കൺമുമ്പിൽ തന്നെ പ്രജ്വലിച്ചു പോയ ധാരാളം മഹത്തുക്കൾ, അവരെയെല്ലാം ഇന്ന് സ്മരിക്കുന്നത് അവരുടെ മക്കളെ നോക്കിയിട്ടല്ല, അവർ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളായതുകൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തിയതുകൊണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആർജവം ഈ മഹത്തായ ക്യാമ്പ് കൊണ്ട് ലഭിക്കണം. നാം എപ്പോഴും നമ്മുടെ ഈ കപിടിച്ച കരങ്ങളെ കൊണ്ട് SYS എന്ന് പറയുമ്പോ സിന്ദാബാദ് എന്ന് മനസ്സിന്റെ അന്തരാളത്തിൽ നിന്ന് പറയാൻ, സുന്നി എന്ന് പറയുമ്പോ അതൊരു അഭിമാനമായി കാണാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള ജ്വലകളാണ് ഈ മഹത്തായ സംഘടന ഈ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ധാരാളം പണക്കാരുണ്ട്, ഇവിടെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത വലിയ പ്രതിജ്ഞാബോധമുള്ള ഒരു വിഭാഗമായി അഹ്ലുസുന്ന വൽ ജമാഅ ഇവിടെ നിലകൊള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, വളർന്നു വരുന്ന തലമുറകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഓരോ ദിവസവും അവന്റെ ശരീരം ശുദ്ധീകരിച്ചുകൊണ്ട്, അവന്റെ വസ്ത്രത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, അവന് നിൽക്കുന്ന സ്ഥലത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മുന്നിട്ട് 17 പ്രാവശ്യം ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. എന്താ പറയുന്നത്? മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള സ്വഹാബത്തുൽ കിറാം അടക്കം സഞ്ചരിച്ചു പോയ പാത, ആ പാതയിൽ എന്നെ നീ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാഹ് എന്ന സുന്നിയത്തിന്റെ ദുആരക്കാത്തവൻ യഥാർത്ഥ മുഅ്മിനല്ല. നിസ്കാരമില്ലാത്തവൻ എന്ത് മുഅ്മിനാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 17 പ്രാവശ്യം ദുആ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ആശയം എന്താണ്? എന്നെ സുന്നിയായി ജീവിപ്പിക്കണമെന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നമുക്ക് ഒറ്റക്കെട്ടായി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവിടെ സംഘടനാ സെറ്റപ്പ് നമ്മുടെ മുന്നിലുണ്ട്. പൂർവികന്മാരായ മഹത്തുക്കളൊക്കെ അത് സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട്. വൽതകും മിൻകും ഉമ്മ, ഓ സമൂഹമേ, നിങ്ങൾ ഒറ്റക്കായി നിൽക്കരുത്. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉമ്മത്ത്, ഒരു ടീം, ഒരു സംഘടന നിലവിൽ വരണം. ഒരു സംഘടനയുടെ അനിവാര്യത ഖുർആൻ വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ആ ടീം ചെയ്യേണ്ടത്? ഇസാബയുടെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ എന്താണ് നാം ചെയ്യേണ്ടത്? യദ്ഊന ഇലൽ ഖൈർ, ജനങ്ങളെ മുഴുവനും നല്ലതിലേക്ക് ക്ഷണിക്കുക, നന്മയിലേക്ക് ക്ഷണിക്കുക. ഓ എന്റെ പ്രവർത്തകരെ, SYS ഇന്ന് വരെ അക്രമത്തിലേക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല, ഹറാമുകളിലേക്ക് ദഅവത്ത് ചെയ്തിട്ടില്ല. നമ്മുടെ SYS ക്ഷണിക്കുകയാണ്. യദ്ഊന ഇലൽ ഖൈർ, ജനങ്ങളെ നിങ്ങൾ നല്ലതിലേക്ക് വരണം. നിങ്ങളുടെ കുടുംബജീവിതം നല്ല രൂപത്തിലാകണം, നിങ്ങളുടെ പേഴ്സണൽ ജീവിതം നല്ലതിലാകണം. ഇങ്ങനെ ജനങ്ങളെ മുഴുവനും നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്. മാത്രമല്ല യഅ്മുറൂന ബിൽ മഅറൂഫ്, നമ്മുടെ സംഘടനാ ചാനലിൽ കയറി വരുമ്പോ ധാരാളം ക്ലാസുകളാണ്. എന്താ ക്ലാസ്സിൽ പറയുന്നത്? ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾ ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാക്കി പോകരുത്. അതുപോലെ നിങ്ങൾ റമദാനിന്റെ നോമ്പ് നോൽക്കണം. ഇങ്ങനെ ദീനിന്റെ കൽപ്പനകളാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൽപ്പന ചെയ്യുന്ന സംഘടനയുടെ പേരാണ് SYS. മാത്രമല്ല വയൻഹൗന അനിൽ മുൻകർ, ഓ SYSന്റെ മെമ്പർഷിപ്പ് എടുത്തവരെ, നിങ്ങൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ ഹറാമുകൾ ചെയ്തു പോകരുത്, കളവ് പറയരുത്, ഹറാമുകൾ ചെയ്യരുത്, വ്യഭിചാരവുമായി അടുത്തു പോകരുത്, കള്ളുകുടിയുമായി ബന്ധപ്പെട്ടു പോകരുത്, ഡ്രഗ്സുമായി അടുത്തു പോകരുത്, അതുപോലെ അക്രമമായി നിങ്ങൾ ഏർപ്പെട്ടു പോകരുത്. ഇങ്ങനെ ദീനുൽ ഇസ്ലാം വിരോധിച്ചത് മുഴുവനും വിരോധിക്കാവുന്ന ഒരു ടീം ലോകത്ത് നിലകൊള്ളണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, SYSന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അതുപോലെ ദീനിന്റെ കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ വിരോധിച്ചതിനെ വിരോധിക്കുന്നുണ്ട്. എന്നാൽ ഈ സേവനം ചെയ്യുന്ന SYSകാരാ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഈ സംഘടിതമായ സേവനം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അവസാനത്തെ റിസൾട്ട് എന്താണ്? ഇവിടെ നൽകുന്ന മെമോന്റുകളല്ല, ഇവിടെ നൽകുന്ന ഓരോ അഭിനന്ദനങ്ങളോ സ്വാഗതങ്ങളോ അല്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരാണ്, നിങ്ങളുടെ റിസൾട്ട് വിന്നാണ്, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ എന്തൊരു അർത്ഥവത്തായ വാക്കുകളാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു അക്ബർ, 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 വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ഈ പരിശുദ്ധമായ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മഹത്തുക്കൾ കാണിച്ചു തന്ന വഴിയിലൂടെ ചെയ്യണം. ദീനി ഖിദ്മാത്തുകൾ അത് ചെയ്യാനുള്ള ഒരു സംഘടിതമായിട്ടുള്ള പ്രയത്നങ്ങളാണ് SYSലൂടെ നടക്കുന്നതെങ്കിൽ, ഓ SYSകാരെ, നമുക്ക് SYSന്റെ തുടക്കം അറിയേണ്ടതുണ്ട്, അത് വന്ന വഴികൾ നാം അറിയേണ്ടതുണ്ട്. അതുപോലെ ഇന്ന് കർണാടകയിലും കേരളക്കരയിലും ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന മഹാനായ വറക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച പവിത്രമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മഹാനായ റഈസുൽ ഉലമയും മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദവരും നേതൃത്വം നൽകുന്ന സത്യപ്രസ്ഥാനമായ സമസ്ത, അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. വറക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് താജുൽ ഉലമയിലേക്ക് കയറി വന്നിട്ടുള്ള സമസ്ത, അതുപോലെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാറാകുന്ന
പ്രധാന കാര്യദർശിയിൽ നിന്ന് മഹാനായ സുൽത്താനുൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ ശൈഖുനിലേക്ക് കയറി ചെന്ന സമസ്ത ആ വഴികൾ മുഴുവനും പഠിച്ചറിയേണ്ട അനിവാര്യമായ കാലഘട്ടത്ത് ആ ഇതിഹാസങ്ങളെ അവലോകനം നടത്തിയിട്ടുള്ള പഠനാർഹമായ ക്ലാസ് നൽകുന്നതിന് മഹാനായ മർസൂഖ് സൈദി ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. നമ്മുടെ സർവ്വ പണ്ഡിതന്മാർക്കും സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും വലിയ ഹിമ്മത്ത് നീ എത്തിക്കൊടുക്കണം റഹ്മാനേ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊരു അവസാനത്തെ ക്യാമ്പല്ല. ഇന്ന് നിരന്തരം ജ്വലിച്ചു നിൽക്കേണ്ട ക്യാമ്പുകളാണ്. നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം. ഇൻഷാ അല്ലാഹ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജനുവരി 1 മുതൽ ആരംഭിച്ചുകൊണ്ട് 20 ആകുമ്പോഴേക്കും നമ്മുടെ യൂണിറ്റ് വ്യാപ്തിയിൽ വരുന്ന 32 വയസ്സ് പ്രായം പൂർത്തിയും 48ന്റെ ഉള്ളിലുള്ള അഹ്ലുസുന്നത്തിന്റെ അഖീദയിലുള്ള ഒരാളും SYSന്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കാത്ത വിധം, അതിന്റെ ശേഷമുള്ള 48 കഴിഞ്ഞവർ മുസ്ലിം ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാത്ത വിധം 32 താഴെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാര് SSFന്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കാത്ത വിധം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ ഒരു ജ്വാലയായി ഒരു വലിയ ശക്തിയായി ഈ ക്യാമ്പ് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിച്ച് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.